കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആരോ പ്രസംഗിച്ചു പോലും, പാപം ചെയ്ത് തോന്നിയ വഴിയിൽ തോന്നുന്നവന്മാരോടുകൂടെ ജീവിച്ചിട്ട് പിന്നെയും പള്ളിയിൽ വന്നാൽ സഭ പെരുകുന്നുണ്ടെന്ന് ഒരു റോങ് മെസ്സേജ് കൊടുക്കുകയാണ് ജനത്തിന്. തോന്നും പോലെ ജീവിച്ചോളാം. പാസ്റ്റർമാർക്കും പാസ്റ്റർമാരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും തോന്നും പോലെ ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, ആരോടുകൂടെ വേണമെങ്കിലും ജീവിക്കാം, സഭ അങ്ങ് പെരുകിക്കോളുമെന്ന് ആരോട് ഈ ഇടയന്മാർ സുവിശേഷം പറയുന്നത്? എന്ത് മാതൃകയാണ് സഭയ്ക്ക് കാട്ടിക്കൊടുക്കാനുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന സോക്കോൾഡ് പ്രോഫറ്റ്സിനും സോക്കോൾഡ് അപ്പോസ്റ്റൽസിനും ഇങ്ങനെ പറയാൻ എവിടെ നിന്ന് ധൈര്യമുണ്ടായി? സഭയെ എവിടേക്ക് നയിക്കുന്നു? ഒരു കാലത്ത് വിശുദ്ധിക്കും വേർപാടിന് വേണ്ടി നിലനിന്നവർ ഇന്ന് അശുദ്ധിയെ മാതൃകയാക്കിയിട്ട് പറയാണ് അവർ പാപം ചെയ്തിട്ട് തിരിച്ചു വന്ന് പിന്നെയും സഭ നടത്തുന്നു, സഭ പെരുകുന്നെന്ന്. നാണമില്ലേ പറയാൻ? ഇന്ന് രാത്രി വളരെ സങ്കടത്തോടെ ഞാൻ നിൽക്കുന്ന ആ ഒരു വിഷയം ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ഒരു ന്യൂ ജനറേഷനെ വേറൊരു തലത്തിലേക്ക്, മറ്റൊരു ഫാൾസ് സ്പിരിച്വാലിറ്റിയിലേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ, രാവും പകലും ധ്യാനിച്ച് അതിനെ മുറുകെ പിടിക്കുവാൻ, നല്ലതിനെ ശോധന ചെയ്യുവാൻ, അല്ലാത്തതിനെ വലിച്ചെറിയാൻ കഴിയണം ദൈവമക്കൾക്ക്. തിരുവെഴുത്തുകൾ ആര് പ്രസംഗിച്ചാലും അങ്ങനെ തന്നെയോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പരിശോധിച്ച് നോക്കാൻ കഴിയണം നമുക്ക്. ഹല്ലേലൂയ.